ഫുള്ള് ഹാപ്പിയാണ്. ഇന്ന് രാവിലെ തന്നെ എനിക്ക് എല്ലാ വർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കുളിച്ചിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതാണ്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വ്ലോഗ് ടുഡേ ബിക്കോസ് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ. ഈ എല്ലാ ഒരു സിറ്റുവേഷൻ ആയിട്ട് തിയേറ്ററൊക്കെ ലോഗായിട്ട് അറിയാമല്ലോ, നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ഒരു പുതിയ മൂവീസ് റിലീസ് ആകുമ്പോൾ ബേബി നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് തിയേറ്റർ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് മൂവിയാണ് ആസ് യു ഓൾ നോ മാസ്റ്റർ. നമ്മളെ വിജയിന്റെ മൂവിയാണ്. കിഡ്സിനും ഫേവറേറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിജയുടെ മൂവി. അപ്പോൾ ഇന്ന് നമ്മൾ മാസ്റ്റർ മൂവി കാണാൻ പോണാണ്. പക്ഷെ എനിക്ക് സൈഡിലൊരു ഹാപ്പിനെസ്സും ഉണ്ട്, ഒരു സൈഡിലൊരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. ബിക്കോസ് നമുക്ക് മുമ്പ് പോയ പോലെ ആണോ തിയേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഒന്നും അറിയില്ല. ബിക്കോസ് ഫസ്റ്റ് ടൈം അല്ലേ പോണേ. സോ നമുക്ക് അവിടെ പോയിട്ട് വേണം എല്ലാം നോക്കാൻ. അപ്പോൾ എല്ലാം പണി കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് ഞാൻ ഇതൊക്കെ പറയാനാണ്. സോ ഗായ്സ് നമുക്കിപ്പോൾ റെഡി ആവണം. നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകണം. അപ്പോൾ സോണ് താഴെ റെഡി ആയിക്കൊണ്ടിരിക്കണതാണ്. നമുക്ക് റെഡി ആവാം. സോ റെഡി ആവുന്നതിന് മുമ്പ് ലെറ്റ് മീ മോയ്സ്ചറൈസ് മൈ ഫേസ്. എന്ന് മേക്കപ്പ് ഇടുന്ന മുമ്പ് മോയ്സ്ചർ ചെയ്യുന്നത് കമ്പൽസറി ആസ് യു ഓൾ നോ. ഞാനപ്പോൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണത് വാവ് സ്കിന്നിൻ്റെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് യൂസ് ആക്കിയത്. 98.6% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഒബ്വിയസ്ലി ഇറ്റ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഫീൽ ഉണ്ടാവും നമ്മൾ ഇന്ത്യൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ പോലെ ഈ പിമ്പിൾസ് ഒക്കെ ഉള്ള ഫേസിന് ബെസ്റ്റാണ്. നമ്മൾ ഗ്രീൻ ടീ കുടിച്ചാലും നമുക്ക് നല്ല നമ്മൾ സ്കിന്നൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ലീഫൊക്കെ വെച്ച് നമുക്ക് കുറേ ഫേസ് പാക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ ഓയിലി ഫ്രീ ആണ്. എനിക്ക് ഓയിലി ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇത് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബ് ആക്കി കിട്ടും നമ്മളെ ഫേസിലൊക്കെ. പിന്നെ റെഡ്നെസ് ഒക്കെ നല്ല രീതിയിൽ മാറി കിട്ടും. എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഇവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാം. പിമ്പിൾസ് ഉള്ളവർക്ക് നല്ലതാ. പിന്നെ ഇത് പോസ് ഒന്നും ക്ലോഗ് ചെയ്യൂല നമ്മളെ. ബാലൻസ് എക്സസബിൾ ഓൺ ദ സ്കിൻ, റെഡ്യൂസ് റെഡ്നെസ്, ഞാൻ പറഞ്ഞ പോലെ സ്കിൻ ഡാമേജ് അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് മീ ഷോ ഹൗ ടു യൂസ് ദിസ്. നമുക്ക് ഇത്രയും കയ്യിലോട്ട് എടുക്കാം. ഇത് നോ ആഡഡ് കളേഴ്സ് ഓർഡർ ഒന്നുമില്ല. പാരബിൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, മിനറൽ ഓയിൽസും ഫ്രീ ആണ്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഗൈസ്, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന മുമ്പ് പാക്ക് ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി ചെയ്തതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു റിയാക്ഷൻസും ഒരു അലർജീസും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വേണം നിങ്ങൾ ഫേസിലോട്ട് യൂസ് ചെയ്യാൻ. നല്ല നാച്ചുറൽ സ്മെല്ലാണ് ഇതിന്. ഐ ഫീൽ റിയലി ഗുഡ്. വൺ മോർ തിങ് ഗൈസ്, ഇത് ഞാനിപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന മുമ്പ് ഞാൻ യൂസ് ചെയ്യും. ഞാൻ ബാത്ത് ചെയ്യുമ്പോൾ വാവിൻ്റെ തന്നെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. സോ ലെറ്റ് മീ ഷോ ദാറ്റ് ഓൾസോ. വാവിൻ്റെ തന്നെ ഫേസ് വാഷ്, ഗ്രീൻ ടീ ഫേസ് വാഷ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഫോർ ഗുഡ് റിസൾട്ട്. ഇതിലും അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ പാരബൻസ്, നോ സിലിക്കൺ സൾഫേറ്റ്, നോ കളേഴ്സ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. 98.30% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഫേസ് വാഷിൽ. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ, ആസ് വെൽ ആസ് കോഷൻസ് ആൻഡ് കീ ഇൻഗ്രീഡിയൻസ്. ഇതിൽ നമുക്ക് നമ്മളെ ഫേസിൻ്റെ ഡൾനെസ് ഒക്കെ പെട്ടെന്ന് മാറി കിട്ടും. പിന്നെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറി കിട്ടും. പിന്നെ റേഡിയേഷനിലുള്ള നമ്മൾ സ്കിന്നൊക്കെ ഡാമേജ് ചെയ്തതൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നല്ല ഗ്ലോ സ്കിൻ കിട്ടും. നമുക്ക് അതൊക്കെ മാറി അൺഇവൻ ഉള്ളത് ഇവൻ ആയി കിട്ടും നമ്മൾ സ്കിന്നൊക്കെ. ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടെക്സ്ചർ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്കിൻ സ്ട്രക്ചർ കിട്ടുന്നതായിരിക്കും. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കും, ഒരു ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിൽ. അല്ലെങ്കിൽ നമുക്ക് ഈ വിൻ്റർ സീസണൊക്കെ നല്ല ഡ്രൈ ആവുമല്ലോ, സ്കിൻ പാച്ചസ് ഒക്കെ ഉണ്ടാവും. സോ ഇത് യൂസ് ചെയ്താൽ മതി, നമുക്ക് നല്ലൊരു റേഡിയൻസ് സ്കിൻ കിട്ടുന്നതായിരിക്കും. ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് തീരാറായിട്ടുണ്ട്. അപ്പോൾ നോ വറീസ്, എനിക്ക് അതിൻ്റെ തന്നെ റീഫിൽ പാക്ക് ഉണ്ട്.
ഈ പാക്ക് ഫ്രണ്ട്ലി ആണ്. ലൈക്ക് നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫേസ് വാഷ് യൂസ് ചെയ്തുമ്പോൾ നോക്കിയാൽ ഒരു ബ്രഷ് ടൈപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഇത് പമ്പ് ചെയ്യുക, ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്തിട്ട് പമ്പ് ചെയ്തിട്ട് അപ്പോൾ ആ ഫേസ് വാഷ് വരും. എന്നിട്ട് ഫേസ് വെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നമുക്ക് ഈ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് മാറി കിട്ടും. പോകുന്നു എൻ്റെ തീരാറായി. ഐ ഹാവ് ടു ഫീൽ ദിസ്. വാവ് സ്കിൻ സയൻസിൻ്റെ ബോട്ടിൽസ് ഒക്കെ ഇക്കോ ഫ്രണ്ട്ലി ആണ് ഗൈസ്. 30% ഓഫ് ദിയർ ബോട്ടിൽസ് ആർ റീസൈക്കിൾഡ്. അപ്പോൾ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ മഷൂറ 20 എന്നുള്ള പ്രൊമോ കോഡ് നിങ്ങൾക്ക് അടിച്ചാൽ 20% ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ഫീൽ ദിസ് പ്രോഡക്ട്സ് ആർ ഗുഡ് ടു യൂസ്, നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും ഗൈസ്. സോ ഗോ ആൻഡ് ബൈ വാവ് സയൻസ്. ഇറ്റ്സ് റിയലി യൂസ്ഫുൾ. അപ്പം നമുക്ക് റെഡി ആവണം പെട്ടെന്ന് പോയിട്ട്. അപ്പൊ റെഡി ആവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഹരിബരി ആയിരുന്നു. നമ്മളെ 2 o'clock ഷോ അല്ലേ. അതെ, കണ്ണു തുറക്കാൻ പറ്റില്ല, വെയിലുണ്ട്, ചൂടുണ്ട്, കണ്ണു തുറക്കാൻ പറ്റില്ല. എന്തായാലും കണ്ണു തുറക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ സംഭവിക്കുന്നത്? അതെ, ഒരുപാട് നാളത്തെ ലോക്ക്ഡൌണിന് ശേഷം, മാസങ്ങൾക്ക് ശേഷം, ഒരു വർഷം ആകാറായി ഏതാണ്ട് തിയേറ്ററിൽ പോണ ആ ഒരു അനുഭവം ഇല്ലേ മോനെ, എന്താണെന്ന് അവിടുത്തെ അവസ്ഥ കണ്ടറിയണം. എന്നിട്ട് ആ അനുഭവങ്ങള് നിങ്ങളുടെ എന്തായാലും ഷെയർ ചെയ്യും. പിന്നെ അതെ, പിന്നെ മൂവിനെ പറ്റി നിങ്ങളുടെ അടുത്ത് നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു റിവ്യൂ എന്ന് പറയാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയങ്ങളുണ്ട്. 2 മണിക്കാണ് ഷോ. മണി 12 ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. വിശന്നിട്ട് കമോൺ. ബിക്കോസ് ആരും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എന്തായാലും മൂവി ഒരു 2.5 hour ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇച്ചിരി ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഷെയർ ചെയ്ത് കഴിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ 1:40 ആയി, 2 o'clock ആണ് ഷോ. സം കഴിക്കാം. ഇഷ്ടമായാ? പറ്റിയ ഫുഡൊന്നുമില്ല, എല്ലാം ജങ്ക് ഫുഡ്സ് ആണ്. ഒരു ഹെൽത്തി ആയിട്ട് ഇവിടെ ഫുഡ് മെനു വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഓണറാകുമ്പോൾ ഞാൻ മാനിച്ചു. ജിനിമോൻ എന്താണ് ഒറ്റയ്ക്ക് കഴിക്കുന്നത്? ചീസ് പോപ്കോൺ. ചീസല്ല, ചീസ് പോപ്കോൺ. ചീസ് പോപ്കോൺ. എന്താ ഒറ്റയ്ക്ക് കഴിക്കുന്നത്? ചീസ്. Our guests are requested to undergo a temperature screening and to wear face masks for the safety of all. Entry is restricted for guests with symptoms and their money refunded. The entire cinema has been sanitized.
using advanced ultra-low volume treatment technology for complete coverage and long-lasting protection, while door handles are coated with MicroShield films. Our staff is cleaning surfaces with increased frequency using recommended sanitizing agents. The disposable food packaging, crockery, and cutlery are disinfected using UV technology. Our kitchen and concession staff are taking stringent measures to maintain hygiene without compromising on the gastronomic standards you have come to expect. Whereas we care for our guests, equal importance is paid to the well-being of our employees. We undertake measures such as daily health monitoring, health checks by a certified doctor. The cinema staff has undergone extensive training on the new safety protocol and stringent hygiene practices. We pledge to keep you safe. PVR cares. ശരിക്കും ഈ 10 മാസത്തിന് ശേഷം ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരുപാട് നാൾക്ക് ശേഷമല്ലേ ഒരു മൂവി കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നത്. വീട്ടിലിരുന്ന് നമ്മൾ കൂടുതൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തിയേറ്റർ ഓപ്പൺ ആയത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും PVR എക്സ്പീരിയൻസ് സൂപ്പർ എന്ന് പറയാൻ പറ്റും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓരോ സീറ്റ് വിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ നിരണ്ടി നിന്നിട്ടാണ്. അതിൽ എല്ലാത്തിലും ഒരാളിരുന്നിട്ട് ഒരു സീറ്റ് ഗ്യാപ്പ്. അതായത് ഇവിടെ ആയിട്ട് ആ സോഷ്യൽ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ടുണ്ട്. പിന്നെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ കംപ്ലീറ്റ് സാനിറ്റൈസറിങ്ങും എല്ലാം പക്കയായിട്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മാസ്ക് ഉണ്ടായിരുന്നു. അതൊരു ശരിക്കും PVRന്റെ ഒരു നല്ലൊരു സർവീസും കൂടെ ആയിരുന്നു. എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. മാസ്റ്റർ നൈസ്, നല്ല മൂവി. ഫാമിലി ആയിട്ട് കണ്ട് പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ വിജയ് ഫാനാണ്. എന്റെ മോൻ വരെ വിജയ് ഫാനാണ്. വിജയനെ കാണുന്നതൊക്കെ ഞാൻ പ്രയോജനിക്കുന്നത്. എന്തായാലും നല്ലൊരു മൂവിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ലോക്ക്ഡൌണിന് ശേഷം പുതിയതായിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതായത് PVRന് വന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് കോവിഡിന്റെ വിഷയം കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നല്ലൊരു സുരക്ഷിതത്തോടു കൂടിയാണ് ഇവിടെ തിയേറ്റർ ഓപ്പൺ ആയിരിക്കുന്നത്. എല്ലാ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഇതായിട്ടുണ്ട്. ധൈര്യമായിട്ട് വരാം മൂവി കാണാൻ വേണ്ടി. അങ്ങനെ ഒരു അടിപൊളി മൂവിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അല്ലേ? എനിക്ക് അത്രയ്ക്ക് വിശക്കണില്ല. ബിക്കോസ് നാച്ചോസ് കഴിച്ചത് ഇനി അങ്ങനെ ഉണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും വിശക്കുന്ന അതിനെ ഉദ്ദേശിച്ച് എനിക്ക് വിശക്കണില്ല. ഞാനപ്പോൾ ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് കമ്പനി കൊടുക്കാൻ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹൗ വാസ് ദ മൂവി? നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ ഉണ്ടായിരുന്നു. ഹൗസ് അടിപൊളി. എനിക്കും സോനന് നല്ല ഇഷ്ടമായി. ബേബി ഓക്കെ കൊള്ളാം. ജീനു കുഴപ്പമില്ല അങ്ങനെയൊക്കെ. സുനു ഓൾവേസ് വിജയ് ഫാൻ, ചോദിക്കേണ്ട ആവശ്യമില്ല. അവൾ ഫാന്റാസ്റ്റിക് എന്നേ പറയുള്ളൂ. സൈഗോ ഐസ്ക്രീം വേണം. ഡാഡ് ഓർഡർ ആക്കിയിട്ടുണ്ട്, പക്ഷെ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള വാ അച്ഛൻ വരും. ഇപ്പൊ വരും. വിചാരിച്ച കഞ്ഞിനെ വെള്ളമാണത്. നിങ്ങൾ പലതും വിചാരിക്കും. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് തగ్గടിക്കല്ലോ. ഇത്ര ഐസ്ക്രീമിന് വേണ്ടിയല്ല കറിഞ്ഞ ഐസ്ക്രീം എത്തിയല്ല. സൂപ്പാ
ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം മേടിക്കാനോ? ഐസ്ക്രീം ഞാൻ എടുത്തോട്ടെ. അടുത്തത് അല്ലേ? അടുത്ത സെക്കൻഡ് ഡ്രസ് അത് വേണം, ഇത് വേണം. അത് വേണ്ട ഐസ്ക്രീം. ചൂടില്ല. കുടിക്കൊണ്ട് നോക്കൂ. എസ്കേപ്പ് പോർച്ചഡ്. Finished. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, പക്ഷെ ഇവരുടെ ഫുഡിന് ഞാൻ എന്തെങ്കിലും തക്കി എടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയിട്ട് വെള്ളം ഇറക്കണ്ട. നല്ല ഐറ്റം ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഗൈസ്, ഒരിക്കലും ഇത് ആദ്യത്തെ ഓർഡർ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു സെറ്റ് അൽഫാം കഴിച്ച് ഇരിക്കണാറ് രണ്ടുപേരും പാവങ്ങളെ പോലെ. ഞാനൊരു പീസ കഴിച്ചു. എന്നിട്ട് ഞങ്ങള് ഒരു പൊറോട്ട ഓർഡർ ചെയ്ത് സോനു ഓർഡർ ചെയ്ത് ബാലൻസ് ഗ്രേവി പേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു ഗൈസ്. അതുകൊണ്ടിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്ത് ഞാനും ചിക്കൻ കൂടെ അത് തീർക്കുന്നത് അല്ലേ? സുനിൽ എന്താ വേണ്ട? മസാല ഇല്ലാത്ത അൽഫാം, മസാല ഉള്ള അൽഫാം, എന്താണ് ബേബി? ആദ്യമേ അഫ്ഗാനി മേടിച്ച്. ആ, കുഴപ്പമില്ല. എന്നിട്ട് പറയൂ നീ ഒരൊറ്റ വൃത്തി കാരണം ഞാൻ തടി വെച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ് ഇതൊക്കെ ഓർഡർ ചെയ്യാൻ. സൂപ്പർ. നീ പറഞ്ഞാൽ കഴിക്കുമോ? ഓ സോ സാഡ്. എന്താണ് മമ്മ തല്ലു പിടിക്കണല്ലോ ഇവിടെ. എങ്ങനെ സൈക്കോ പാട്ട് വാത്തി കമ്മിങ്. എന്താണ് എല്ലാവർക്കും മന്നിപ്പോയാല. ജൈഗു ഇന്ന് വൻ വിട്ടായിരുന്നു guys അവിടെ. ഭയങ്കര വാശിയും. എന്താ ജൈഗു എന്താ കാണിച്ചു താങ്കൾ? അയച്ചും കഴിച്ചു. സൂപ്പ് ഉണ്ടത് തട്ടി മാട്ടിയെടുത്ത് കുടിച്ചു ജൈഗു. നിങ്ങ തട്ടിയെടുത്ത് ആ ഇങ്ങനെ ചെയ്യാവോ മച്ചുമ്മിനെ? ചിക്കൻ കഴിച്ചില്ല. ചിക്കൻ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് പെപ്സി വേണോന്ന്. അച്ചും കഴിച്ചു. പിന്നെ എന്താ പറ്റിയ നിങ്ങക്ക്? പെപ്സി ഒന്ന് പറയോ? കരഞ്ഞു. പെപ്സി വേണോന്ന് പറഞ്ഞ്. ആ പിന്നെ പിന്നെ ആ പെപ്സി തരരുത്. പെപ്സി നല്ലല്ല. മച്ചുമ്മി നോക്ക് കുടിക്കുവോ പെപ്സി? ഇല്ലല്ല. നേരത്തെ കുടിച്ച ഇല്ല സൈക്കോ കള്ളം വരെ. എന്താ സൈക്കോ ഡാഡിനെ പോലെ? എന്താ സൈക്കോ ഡാഡിനെ പോലെ മച്ചുമ്മിനെ ചമ്മിപ്പിക്കണ? ഗൈസ് നല്ലൊരു എന്താ പറയാ, റിലാക്സ്ഡ് ഫീൽ ആണ്. നല്ലൊരു മൂവി കണ്ടിട്ട് റിയലി ഇറ്റ് വാസ് അമേസിങ്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഓക്കെ, നിങ്ങൾ എല്ലാരും പോയി കാണും. ഗുഡ് മൂവിയാണ്. പിന്നെ എന്റെ രണ്ട് മക്കളുടെയും ഫേവറേറ്റ് ആണ് വിജയ്. അപ്പോ ദേ എൻജോയ്ഡ് എ ലോട്ട് അല്ലേ? വിജയ് എന്താണ് വിജയിന്റെ ഫൈറ്റ് ആണോ കാണിക്കണേ? പിന്നെ വിജയ് വന്നപ്പോ തന്നെ കൈ അടിച്ച് അവയില്ലേ ഗൈസ്, ആ മൂവി കാണുമ്പോളെ കൊറേ ട്രെയിലേഴ്സ് ഒക്കെ കണ്ട് അപ്പൊ തന്നെ അടുത്ത ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, ബേബിക്ക് ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ആ KGF ജയസൂര്യയുടെ അല്ലേ? ജയസൂര്യന്റെ അല്ല, അതെന്തായാലും കാണണം. ആ ട്രെയിലർ കണ്ടിട്ട് ജയസൂര്യയുടെ ആക്ടിങ് നല്ല അടിപൊളി എനിക്ക് തോന്നി. അടിപൊളി റിയാലിറ്റി ഉണ്ടായിരുന്നു ട്രെയിലറിൽ തന്നെ. എനിക്ക് എന്തായാലും ആ രണ്ട് മൂവീസ് കാണണമെന്നുണ്ട്. KGF-ഉം വെള്ളവും ആ ട്രെയിലർ എത്രയായാലും ടോട്ടലി പറയാല. നമ്മ മൂവിയിൽ എന്ത് സൗണ്ട് സിസ്റ്റം ഇട്ട് മൂവി കണ്ടാലും തിയേറ്റർ വന്ന് കാണുന്നത് വേറെ ഫീൽ ആണ്. അപ്പോൾ എനിക്ക് ബേബി ഓക്കെ അല്ലേ? നമുക്ക് ആ രണ്ട് വീഡിയോ ഒന്ന് ഫിലിം കാണണം. മറക്കരുത്. KGF വെള്ളം. ഓക്കെ ഡബിൾ ഓക്കെ ട്രിപ്പിൾ ഓക്കെ. വേറെ എന്തോ ഫോക്കസ് ചെയ്തോണ്ട് പറയാൻ പറ്റൂല. മലയാളത്തിൽ എടുത്താലോ? സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഡേ
അടിപൊളിയായിരുന്നു. സോ എന്തായാലും ഫസ്റ്റ് പോണല്ല, അപ്പൊ നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തത്. സോ ഇന്നും ഞാൻ കൂടുതൽ വാലാക്കിക്കൊണ്ടിരുന്ന സോണിന്റെ കൈ സോൺ ഇത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടാവാം. ലൈക്ക് എല്ലാം ഡയറ്റ് ഫുഡാണ്. സോനു കൈ ഒന്ന് കേറി വരുന്നത്. കൈ കഴിക്കണം. ഹാപ്പി ഇന്ന് ഫുഡ് ഗ്രീൻ സലാഡ് ജ്യൂസും പിന്നെ വീറ്റ് പൊറോട്ടയും കഴിച്ചു. എക്സ്ട്രാ ഞാൻ ജ്യൂസ് കുടിച്ചെന്ന് വെച്ചാൽ തേഴ്സ്ഡേ ഇത് ഇനി ഞാൻ വാലൊക്കെ കൊല്ലു തന്നെ. അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ചാനൽ. ബൈ ബൈ. ബൈ.